അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ചാനൽ ഇതുവരെ ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ഫോൺ കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യണമെന്നോ ഞാൻ ചിന്തിച്ചിട്ടില്ല. നിങ്ങളുടെ ഭാഗ്യം കൊണ്ടും ഡിമാൻഡിൻ്റെ ഒരു സംഭവം കാരണം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് വിവോ T3 Ultra 5G. അതെ, ആദ്യമായിട്ടാണ് നമ്മളൊരു വിവോ ഫോണിനെ പറ്റി നോക്കാൻ പോകുന്നത്. അതെ, കാരണം സാധാരണഗതി ഞാൻ വിവോ പരിഗണിക്കാറില്ല, കാരണം ഓഫ് കോഴ്സ് അതൊരു ഓഫ്ലൈൻ സെൻട്രിക് സീരീസ് ഫോൺസ് ആണ്. പക്ഷേ ഈ ടി ഉള്ള ഫോണ് വിവോയുടെ സൂക്ഷിക്കണം, കാരണം ടി ഉള്ളത് അടിപൊളിയാണ്. കാരണം IQ ഇറക്കുന്ന മിക്ക ഫോണുകളും ഈ ടി വെച്ച് അവർ റീബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ടി എന്ന് പറഞ്ഞ സീരീസ് എന്താ സീരീസാണെന്ന് എനിക്കറിയില്ല, ഓൺലൈൻ സെൻട്രിക് സീരീസ് ആവാം. അതുകൊണ്ട് തന്നെ പ്രൈസ് വളരെ കുറവാണ്, വാല്യൂ ഫോർ മണി കൺസെപ്റ്റ് കൂടുതലാണ്. പിന്നെ അതിനകത്ത് ഒരു വീരനാണിത്, അതായത് കാര്യമായിട്ട് നല്ല തള്ളു കേട്ടിട്ടുള്ള ഒരു ഫോണാണിത്. അതൊന്ന് കുറേ പോസിറ്റീവ് ഹൈപ്പ് വന്നൊരു ഫോണാണ്. ഇപ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു ഫോണാണ്, അതുകൊണ്ട് ചെക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഈ T3 അൾട്രയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വിവോ വെച്ചിട്ടുണ്ടോ നമുക്ക് നോക്കണം. എനിവേ ഇതും ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ആണ്, കാശ് കൊടുത്ത് മേടിച്ചതാണ്. സോ എനിവേ, അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. പലരും ചോദിക്കുന്നുണ്ട്, എന്താ ബ്രോ ഇത് ഓൾറെഡി തുറന്നിരിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അതിൻ്റെ പേരാണ് ഫ്ലിപ്കാർട്ടിൻ്റെ എൻ്റെ പേരാണ് ഓപ്പൺ ബോക്സ് ഡെലിവറി. ഞാൻ ആ ചേട്ടനോട് കെഞ്ചി ചോദിച്ചു, ചേട്ടാ എൻ്റെ പടി നിങ്ങൾ കളയരുത്, ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ സോറി സാർ, ദാറ്റ്സ് കമ്പനി പോളിസി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ആ ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ പോയാൽ പുള്ളി തുറന്നു, ഒന്നും ചെയ്യാനില്ല. എനിവേ, ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് കവറാണ്. കവർ അതിനു മുമ്പേ പേപ്പർ, തിരിഞ്ഞൊക്കെയാണ് എന്നാലും പേപ്പർ. ഇതാണ് കവർ. സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പെട്ടിയോടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 80 വാട്ട്സ്. Type A to Type C കേബിൾ. സോ ഇത്രയൊക്കെയാണ് പെട്ടിക്കകത്തുണ്ടായിരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഓഫ് കോഴ്സ് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഡിസൈനാണ് കേട്ടോ, ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് ഡിസൈനാണ്. നമ്മളെ കാണിക്കുവാണെങ്കിൽ ഈ ഒരു ബാക്ക് വശം ഇങ്ങനെ ഇരിക്കും, ഫോക്കസ് ആവുമെന്ന് അറിയത്തില്ല. ഫ്രണ്ട് ഓഫ് കോഴ്സ് കർവ്ഡ് ആണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ചർച്ച ചെയ്യാം. അപ്പം നമ്മൾ ഫൈനലി വിവോ T3 അൾട്രയുടെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ഇല്ല, നേരെ കാര്യത്തിലേക്ക് വന്നേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യും. അതിനുശേഷം നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓഫ് കോഴ്സ് ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ്. സോ ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഒരു ഗ്ലാസ് ബാക്ക് സെറ്റപ്പിലാണ്. ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ആണ്, ഫിംഗർ പ്രിന്റ് ഒന്നും പതിയത്തില്ല. ഇൻ ഹാൻഡ് ഫീൽ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. 7.6 മില്ലിമീറ്റർ തിക്നെസ്സേ ഉള്ളൂ. എങ്ങനെയാണ് ഇവർ 5500 mAh 7.6 മില്ലിമീറ്റർ ആക്കിയത് എനിക്കറിയത്തില്ല. അതേപോലെ 192 ഗ്രാമാണ് ഈ ഫോണിന്റെ വെയിറ്റ്. പക്ഷേ അത്ര ഈ 192 പേരിൽ മാത്രമേ തോന്നുള്ളൂ, കൈ ഹോൾഡ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ ഓക്കെയാണ്. പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സ് ആണ് റൈറ്റ് സൈഡിൽ, അതേപോലെ പവർ ബട്ടണും ഉണ്ട്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് Type C പോർട്ട് ഉണ്ട്, അതേപോലെ ഡുവൽ സിം സ്ലോട്ട് ആണ്, സ്പീക്കർ ഗ്രില്ലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്കാണ്, ഇയർ പീസിലാണ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാം. സോ ഓഡിയോ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി അടിപൊളിയാണ്, പക്ഷേ വോളിയം കുറച്ചുകൂടെ ആകാം. വോളിയം അത്രയ്ക്കില്ല, വോളിയം കുറവാണ്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് നോക്കാം. ഫസ്റ്റ് ഫേസ് അൺലോക്ക്. ഫേസ് അൺലോക്ക് ഭയങ്കര ഫാസ്റ്റാണ്. ഈ ഫിംഗർ പ്രിന്റ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഫാസ്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. സോ അതെല്ലാം ഫൈനാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷനുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ ആണ്. 4500 നിറ്റ്സ് ആണ് ഇവർ തള്ളുന്ന. സ്കോട്ട് സെൻസേഷന്റെ എന്നായിരുന്നു പ്രൊട്ടക്ഷൻ ആണ്. അതെ, അപ്പോൾ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഓഫ് കോഴ്സ് കർവ്ഡ് ആണ്. സോ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പറയില്ല, അടിപൊളി ഡിസ്പ്ലേ ആണ്, കിടിലൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ 1.5K റെസൊല്യൂഷനിൽ ഇടുവാണെങ്കിൽ കുറച്ച് ബാറ്ററി കൂടുതൽ വലിക്കും, പക്ഷേ ഡിസ്പ്ലേ കുറച്ചുകൂടെ കാണാൻ രസമായിരിക്കും. ഔട്ട്ഡോർ വിസിബിലിറ്റിയെ പറ്റി പറയുന്നത് സൺലൈറ്റിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, സ്ക്രീൻ കാണാൻ കുഴപ്പമില്ല. ഞാൻ പറയത്തില്ല ഹെവി ബ്രൈറ്റഡ് ആണെന്ന് പറയത്തില്ല, പക്ഷേ ഡീസെന്റ് ആണ്, കുഴപ്പമില്ല, നമുക്ക് സ്ക്രീൻ വിസിബിൾ ആയിട്ട് കാണാം. റിഫ്രഷ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഓട്ടോ റിഫ്രഷ് റേറ്റ് ഉണ്ട്, 120 ഹെർട്സ് ഉണ്ട്. ഞാൻ 120 ഹെർട്സ് പ്രിഫർ ചെയ്യുള്ളൂ, ഓട്ടോയിൽ ഇടണ്ട. ഓട്ടോയിൽ കുറേ ജിറ്റേഴ്സ് ലാഗ്സ് ഒക്കെ ചില സമയത്തൊക്കെ ഫേസ് ചെയ്യും. സോ ഇറ്റ്സ് ബെറ്റർ ടു പുട്ട് ഇൻ ദ 120 ഹെർട്സ്
ദ മോഡ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പറയില്ല, അത്യാവശ്യം കിടിലൻ ഡിസ്പ്ലേ ആണ്. പിന്നെ 10 ബിറ്റ് ആട്ടോ, ഞാൻ പറയാൻ വിട്ടു, 10 ബിറ്റ് ആംബ്ലഡ് ആണ്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 9200 പ്ലസ് ആണ്. അതുപോലെ LPDDR5 UFS 3.1ന്റെ സപ്പോർട്ട് ആണ്. കൂടാതെ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ നോക്കി കഴിഞ്ഞാൽ 1.4 മില്യൺ റേഞ്ചിലാണ്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 14,79,189. സോ 40,79,189 ആണ്. ഗീക്ക് ബെഞ്ച് നോക്കി കഴിഞ്ഞാൽ 1554 സിംഗിൾ കോർ സ്കോർ, 4666 മൾട്ടി കോർ സ്കോർ ആണ്. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 50 മിനിറ്റ്സിൽ 76% സ്റ്റെബിലിറ്റി, 30 മിനിറ്റ്സിൽ ഏകദേശം 67% സ്റ്റെബിലിറ്റി എനിക്ക് വന്നത്. സോ ഇതിനകത്ത് എനിക്ക് കൂടുതൽ പറയാനില്ല, ഇറ്റ്സ് ഡീസന്റ് സംഭവം എന്നേ പറയാനുള്ളൂ. കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ ഈ ഒരു ആപ്പ് വെച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ത്രോട്ടിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല. കാരണം എൻ്റെ Neo 7 Proയ്ക്കും 66%, പക്ഷേ റിയൽ ലൈഫിൽ അതിന് ത്രോട്ടിലിംഗ് ഇല്ല. സോ ചെറിയൊരു മൈനർ ത്രോട്ടിലിംഗ് ഈ ഒരു ആപ്പ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അസ്യൂം ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. സോ അതാണ്. ഇനി ഡേ ടു ഡേ പെർഫോമൻസ് എങ്ങനെയാണ് റിയൽ ലൈഫിൽ? ഒരു പ്രശ്നവുമില്ല, സ്മൂത്ത്, വളരെ സ്മൂത്ത് ആണ്. ഇതിനകത്ത് പെർഫോമൻസ് ഒരു പ്രശ്നവുമില്ല, വളരെ റെസ്പോൺസീവ് ആണ്. ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്. ഒരു പ്രശ്നവുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഈ ഒരു ഫോൺ വെച്ച് ചെയ്യാൻ പറ്റും. അതായത് നോർമൽ യൂസർ ആണെങ്കിൽ ഒരു പ്രശ്നം വരത്തില്ല. ഇനി ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് BGMI ഉണ്ട്. BGMIക്ക് അത് സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം വരെ ഉള്ളൂ. എക്സ്ട്രീം പ്ലസ് അതായത് 90 FPS ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്താ കാരണം തരത്തിൽ കേപ്പബിൾ ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ഒപ്റ്റിമൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. ഇനി 60 FPS ഗെയിം പ്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഏറെക്കുറെ ഒരു 1.5 hours ഗെയിം ചെയ്തായിരുന്നു. അത്യാവശ്യം അടിപൊളി ഗെയിമിംഗ് ആണ്, ഒരു പ്രശ്നമില്ല, ഒരു ലാഗും ഫേസ് ചെയ്തിട്ടില്ല. അതായത് 60 FPS എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ എക്സ്ട്രീം ഗെയിമേഴ്സിനെ റെക്കമെൻഡ് ഒരിക്കലും ഇല്ല. എക്സ്ട്രീം ഗെയിമേഴ്സിന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്തില്ല. നോർമൽ യൂസേഴ്സ്, പക്ഷേ കാഷ്വൽ ഗെയിമിംഗ് കുറച്ച് മണിക്കൂർ 1-2 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് ആയിട്ട് എനിക്ക് ഫേസ് ചെയ്തില്ല. പക്ഷേ AnTuTu സ്കോർ ഞാൻ ആദ്യമേ AnTuTu ബെഞ്ച് മാർക്ക് ഞാൻ റൺ ചെയ്തപ്പോൾ ഈ ഒരു ഫോണിന്റെ ഇനീഷ്യൽ സെറ്റപ്പിന് സമയത്ത് അത്യാവശ്യം ഫോൺ ഹീറ്റ് ആയിരുന്നു. അതായത് ഒരു പരിധി കൂടുതൽ ഹീറ്റ് ആയിരുന്നു. അതിനുശേഷം ഫുൾ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം പിന്നെ ഈ ഫോൺ ഹീറ്റ് ആയിട്ടില്ല. അങ്ങനെ BGMI കളിച്ച് ഞാൻ 1-2 മണിക്കൂർ കളിച്ചിട്ട് പോലും ഒരു പർട്ടിക്കുലർ ഒരു വാം വരുന്നുണ്ട്. ആ ഒരു വാമത്ത് അങ്ങനെ തന്നെ നിൽക്കും. ആ ഒരു വാം അല്ലെ ആ ഒരു ഹീറ്റിനേലും മേലോട്ട് പോകത്തില്ല. ആ ഒരു സ്റ്റേബിൾ ആയിട്ട് ആ ഒരു വാംനെസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത്യാവശ്യം വാമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ചെറിയ ഹീറ്റ് വലിയ ഹീറ്റായിട്ട് തോന്നും, അങ്ങനെയുള്ളവർക്ക് ഹീറ്റായിട്ട് തോന്നും കേട്ടോ, മൈൻഡ് ഇറ്റ്. പക്ഷേ അല്ലാതെ നോർമലി ഒരു വാം ഫീലാണ് ഉള്ളത്. പിന്നെ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ ഒരു ഫോൺ വാം ആവും. അതൊരു ഒരു പൊടിക്ക് ഹീറ്റിംഗ് എന്ന് വേണേൽ പറയാം. അതാണ് കറക്റ്റ് വാക്ക്. ഗെയിമിങ്ങിൽ എനിക്ക് പ്രശ്നം തോന്നില്ല, പക്ഷെ അല്ലാതെ ഒരു പൊടിക്ക് ഹീറ്റ് തോന്നും ക്യാമറ യൂസ് ചെയ്യുമ്പോൾ. അല്ലാതെ ഡേ ടു ഡേ യൂസേജിൽ ഒരു ഹീറ്റിംഗ് ഫേസ് ചെയ്യത്തില്ല. സോ Dimensity 9200 ഞാൻ വിചാരിച്ചത് മുട്ട പൊരിക്കാൻ പറ്റിയ സാധനമാണ്, പക്ഷെ അല്ല. സോ അതിനകത്ത് കൂടുതലൊന്നും പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ Snapdragon 8+ Gen 1ന്റെ താഴെയാണ് ഈ ഒരു ചിപ്സെറ്റ്. കാരണം ആ ഒരു ഫോണിനകത്ത് എനിക്ക് കുറച്ചുകൂടി Geekbench സ്കോർ AnTuTu സ്കോറും കിട്ടിയായിരുന്നു ആ ഒരു പ്രോസസ്സറിൽ, എൻ്റെ ഫോണിൽ. അതേപോലെ തന്നെ നമ്മുടെ 7+ Gen 3 ആണെങ്കിൽ പോലും, അതേപോലെ 8s Gen 3യുടെ ഒക്കെ തൊട്ട് താഴെയാണ് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ്. ഇതൊരു 7 Gen 3 ബെറ്റർ ആണ്. അതേപോലെ തന്നെ 8+ Gen 1ന്റെ ഒക്കെ തൊട്ട് താഴെയാണ്. സോ അത്യാവശ്യം നല്ല പവർഫുൾ ആണ്, പക്ഷെ ഈ പറഞ്ഞ ചിപ്സെറ്റിന്റെ ഒക്കെ താഴെയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് കടക്കാം. 50 മെഗാ പ്രൈമറി ക്യാമറ, 8 മെഗാ അൾട്രാവൈഡ് ആണ്. ഇതൊക്കെ ഷോയ്ക്കാണ്, അത് വേറെ കാര്യം. പ്രഹസനം എന്നൊക്കെ വേണേൽ പറയാം. ഞാൻ കുറെ നാളായിട്ട് പറയാറില്ല, കാരണം പ്രഹസനം നിർത്തിക്കളഞ്ഞു പല ബ്രാൻഡുകളും. നമ്മുടെ ചാനലിൽ വലിയൊരു ഇതായിരുന്നു. എനിവേ ഫോട്ടോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസ് എങ്ങനെയുണ്ട്? ഫോട്ടോസ് നൈസ് ആണ്. അതെ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോസിൽ തുടങ്ങുകയാണെങ്കിൽ, അതായത് നോർമൽ, അൾട്രാവൈഡ്, 50 മെഗാ ഇങ്ങനെ ഫോട്ടോസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എല്ലാം അടിപൊളിയാണ്. ഇച്ചിരി ഒരു എടുത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രീനിഷ് സംഭവം, അതായത് പച്ചപ്പ് ഇച്ചിരി കൂട്ടി കാണിക്കുന്നു എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതും എനിക്ക് ഫേസ് ചെയ്തില്ല. മേ ബി ചിലർക്ക് കാണുമ്പോൾ അത് കുറച്ച് കൂടുതൽ പച്ചപ്പ് വന്നായിട്ട് തോന്നാം, പക്ഷെ ആ ഒരു പ്രശ്നം അല്ലാതെ വേറൊരു പ്രശ്നവും ഞാൻ കണ്ടില്ല. അടിപൊളി ഫോട്ടോസാണ്, നല്ല ഡീറ്റെയിൽ ആണ്. HDR ഒക്കെ വളരെ കിടിലായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ചെറുതായിട്ട് വേറൊരു കാര്യം പറയാനുള്ള, നാച്ചുറൽ മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത്. അതിലിട്ട് കഴിഞ്ഞാൽ എന്നാ സ്കൈക്ക് ഒരു വയലറ്റ് കളർ വരുന്നുണ്ട്. അത് നോർമൽ മോഡിലേ വരുന്നുള്ളൂ. 50 മെഗാ ഫൈൻ ആണ്, അൾട്രാവൈഡിലും ഫൈൻ ആണ്. അത് എന്നാ നടത്തില്ല. പിന്നെ അൾട്രാവൈഡ് ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറഞ്ഞാൽ. അൾട്രാവൈഡ് പൊതുവെ സോഫ്റ്റ് ഫോട്ടോസ് ആണ്, പക്ഷേ മെയിൻ ക്യാമറ ലാൻഡ്സ്കേപ്പ് ഈസ് അടിപൊളി. നിങ്ങൾ ആ വിവിഡ് മോഡ് യൂസ് ചെയ്യണം, അടിപൊളി ഫോട്ടോസ് കിട്ടും. അതേപോലെ മാക്രോ ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ മാക്രോ ഫോട്ടോസ് അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. അതായത് നല്ല രീതിയിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് പോകണമെങ്കിൽ, ഹ്യൂമൻ സബ്ജക്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത ഫോണിൽ ഒന്നാണിത്. കുറെ ഫോണുകളിൽ ഒന്നാണിത്.
അതായത് ഹ്യൂമൻ സ്കിൻ ടോൺ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എൻ്റെ സ്കിൻ ടോൺ നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വിവോയുടെ ചെറിയ വാങ്ങലായിട്ട് ഒരു പൊടിക്ക് ചെറിയൊരു വൈറ്റനിങ് ഒക്കെ ചില ഫോട്ടോസിൽ പ്രതീക്ഷിക്കാം. അല്ലാതെ സ്കിൻ ടോണും അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോസ് ഈ ഒരു ഫോണിന്റെ അടിപൊളിയാണ്. നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. ആ ഒരു ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ എടുത്തൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അത് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല ഫോട്ടോസ് സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിലും നോർമൽ ഒരു പോർട്രേറ്റ് എടുത്താൽ തന്നെ അടിപൊളി പോർട്രേറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട്. സോ അത് നല്ലതാണ്. ഇനി നൈറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോ അത്യാവശ്യം നല്ലതാണ്. ചെറിയ രീതിയിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല യൂസബിൾ ഫോട്ടോസ് കിട്ടും. അത്യാവശ്യം ലോ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉള്ള നല്ല കിടിലൻ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ കുറച്ച് സാമ്പിൾസ് നിങ്ങളെ കാണിച്ചു തരാം. നൈറ്റ് ഫോട്ടോസ് എനിക്ക് എസ്പെഷ്യലി ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. പിന്നെ സോണിയുടെ IMX921 എന്ന സെൻസർ ആയതുകൊണ്ട് അതിൻ്റെതായ മഹിമ പുലർത്തുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ്. വലിയ കാര്യമാണ്. സെൽഫി ഫോട്ടോസ് എല്ലാം അടിപൊളിയാണ്. 50 മെഗാ പിക്സലിനുള്ള എല്ലാം പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്. സെൽഫിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു ക്യാമറ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് രണ്ട് ഈ പറഞ്ഞ വൈഡ് ആംഗിൾസ് ഉണ്ട്. അതായത് അൾട്രാ വൈഡ് പോലെ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലിടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് സെൽഫി എടുക്കാൻ പറ്റും. അതേപോലെ നോർമൽ മോഡും ഉണ്ട്. അത്യാവശ്യം നൈസ് ആണ്. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 4K 60 FPS ഉണ്ട് വിത്ത് OIS സ്റ്റെബിലൈസേഷൻ. സോ ഇതാണ് നമ്മുടെ വിവോ T3 Ultra എന്നുള്ള റെയർ വീഡിയോ ഫുട്ടേജ്. 4K 60 FPS വരെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. 4K 30 FPS ഉണ്ട്. സോ നല്ല വെളിച്ചമുള്ളൊരു ഏരിയ ആണ്. ലൈറ്റ് നന്നായിട്ട് തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. സ്കൈ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. OISന്റെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ചെറിയൊരു സ്റ്റെബിലൈസേഷൻ്റെ കുറവ്. ബാക്കി വീഡിയോ ക്വാളിറ്റി ഫൈൻ ആണ്. ഇനി സെൽഫി വീഡിയോയിലേക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് 4K 60 FPSന് സപ്പോർട്ട് ഉണ്ട് സർപ്രൈസിംഗ്ലി. സോ ഇതാണ് വിവോ T3 Ultra എന്നുള്ള സെൽഫി വീഡിയോ ഫുട്ടേജ്. 50 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. 4K 60 FPS നമുക്ക് കിട്ടും. 4K 30 മാത്രമല്ല 60 കിട്ടും. ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ മാത്രമേ കാണുള്ളൂ. അതുപോലെ നമുക്ക് വൈഡ് ആംഗിൾ പോലെ ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. എന്തായാലും കൊള്ളാം. സ്റ്റെബിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര സ്റ്റേബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ്. ആ ഒരു സ്റ്റെബിലൈസേഷൻ അത്ര അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. അപ്പോൾ ക്യാമറ ഓവറോൾ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആവറേജ്, ഡീസന്റ്, ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. ഇതിനകത്ത് നമ്മൾ ഗുഡിന്റെയും വെരി ഗുഡിന്റെയും ഏറെക്കുറെ ഒരു 3/4 സ്ഥലത്തുകൊണ്ട് വെക്കാം. അതായത് ഓൾമോസ്റ്റ് വെരി ഗുഡിലാണ് ഇത് നിൽക്കുന്നത്. വളരെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ വെരി ഗുഡിൽ വരും. ഓൾമോസ്റ്റ് വെരി ഗുഡ് എന്നുള്ള ഒരു സ്കീമാണ് എനിക്ക് പറയാൻ തോന്നിയത്. അത്യാവശ്യം നല്ല ക്യാമറയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്യാമറ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോണായിരിക്കും ഇത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് FunTouchOS 14 ആണ്. ആൻഡ്രോയിഡ് 14 ആണ്. ഇനി ചവറിനെ പറ്റി പറയുകയാണെങ്കിൽ 336, 312, 15 ചവറുകൾ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. 15 14 ചവറുകളുണ്ട്. അപ്പൊ 14 ചവറുകളുടെ ഒരു കഥ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്തപ്പോൾ 0 ബ്ലോട്ട്വെയർസ് ആണ് ഈ ഒരു ഫോണിൽ. എനിക്ക് 100% ഉറപ്പാണ് ഞാൻ ബ്ലോട്ട്വെയർസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഒരു ഫോൺ സെറ്റായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബബിൾ ഷൂട്ടറും പിന്നെ അമാരുടെ കുറെ ടൈലോ, കാൻഡി ക്രഷും, ബ്ലോക്ക് ബ്ലാസ്റ്ററും ഇങ്ങനെ കുറെ സംവിധാനം, പിന്നെ നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ലിങ്ക്ഡിനും പിന്നെ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് തന്നില്ലെങ്കിൽ വിവോയിലുള്ളവർക്ക് ഉറക്കം വരാത്തതുകൊണ്ട് അത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് അറിയത്തില്ല, ഞാൻ ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്തപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്തത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോന്നും എനിക്കറിയത്തില്ല. എങ്ങനെയോ ബ്ലോട്ട്വെയർസ് ഇൻസ്റ്റാൾ ആയി. ഞാൻ ഉറപ്പാണ് ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു ഓപ്ഷൻ. ഇനിയിപ്പം ഇവരുടെ പുതിയ മെക്കാനിസം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഫോൺ സെറ്റ് ആയി കഴിഞ്ഞാണ് ബ്ലോട്ട്വെയർസ് കയറുന്നെങ്കിൽ. സാധാരണ നമ്മൾ പ്രീ ഇൻസ്റ്റാൾ ആപ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ കളിയാക്കുന്നത്. പക്ഷേ ഇതിപ്പം ഈ പറഞ്ഞ പോസ്റ്റ് ഇൻസ്റ്റാൾ ആപ്സ് എന്ന് പറയേണ്ടി വരും. അതാണ് അവസ്ഥ. എന്തായാലും ബ്ലോട്ട്വെയർസ് എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ വൃത്തികെട്ട ബ്രൗസർ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. പേഴ്സണലൈസ്ഡ് ആഡ്സ് നിങ്ങൾ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓഫ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ സോഫ്റ്റ്വെയർ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആക്ച്വലി FunTouchOS അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം വളരെ സ്മൂത്ത് സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെയും ഈ മോട്ടറോളയുടെ ഒക്കെ ആനിമേഷൻസ് ഒക്കെ അടിപൊളിയാണ്, വളരെ സ്മൂത്തുമാണ്. അതേപോലെ ആ പെർഫോമൻസ് നല്ല അടിപൊളിയാണ്, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ സോഫ്റ്റ്വെയർ പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തായിട്ട് ഈ ഫോണിന്റെ സെൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. കൂടാതെ കരിയർ അഗ്രിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ 4G+ കാണിക്കുന്നുണ്ട്, 5G+ കാണിക്കുന്നുണ്ട്. അതേപോലെ വോയിസ് ഓവർ ന്യൂ റേഡിയോ, VoNR, 5G കൂടെയുള്ള ഫോൺ വിളി തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയും അത്യാവശ്യം നൈസാണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈബ്രേഷൻ മോട്ടറാണ്, ഒരു സുഖമില്ല, മടുപ്പാണ്. വൈബ്രേഷൻ സാധാ വൈബ്രേഷൻ മോട്ടറാണ്. മറ്റേത് വെച്ചിരുന്ന നല്ലായിരുന്നു, ലീനിയർ മോട്ടർ വെച്ചിരുന്നത്, പക്ഷെ അത്രയ്ക്കില്ല. പിന്നെ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 5500 mAh ബാറ്ററിയും 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറുമാണ്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ഏറെക്കുറെ 43 മിനിറ്റ് എടുത്തു 12% നിന്ന് 100% എത്താൻ. അപ്പൊ 0 to 100 ഒരു 55-54 മിനിറ്റ്സിനുള്ളിൽ ചിലപ്പോൾ ഫുൾ ചാർജ് ആവുമായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. സോ അത് വെച്ച് നൈസായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ 1 ഡേ സ്മൂത്ത് ആയിട്ട് നിൽക്കും. കാരണം 5500 mAh ഉള്ളതുകൊണ്ട് 1 ഡേ സ്മൂത്ത് ആയിട്ട് നിൽക്കും. പക്ഷേ നിങ്ങൾ ആ 1.5K റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അത്ര കുറച്ചുകൂടെ
കുറച്ചുകൂടെ മണിക്കൂർ കുറവായിരിക്കും. ബാറ്ററി ബാക്കപ്പ് ഇച്ചിരൂടെ ഷോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുൾ HD പ്ലസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി ഫൈനലി പ്രൈസിംഗിലേക്ക് വരികയാണെങ്കിൽ 8GB 120GB പ്രൈസ് 31,000 ആണ്. എനിവേ ഇപ്പൊ ഓഫറിൽ 29 കിട്ടും. അപ്പൊ ഈ ഒരു ഫോൺ 29 എങ്ങനെയുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പലരും ചോദിക്കുന്നുണ്ട് ബ്രോ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്ത് എന്ത് ചെയ്യുന്നു. ഓഫ് കോഴ്സ് അത് മറച്ചു വിൽക്കും. അത് വിൽക്കും. കാരണം നമ്മുടെ കൈ വെച്ചോണ്ടിരിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് ഈ ഒരു ഫോണും വിൽക്കും. അപ്പം നമ്മൾ 1 വീക്കാണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 1 വീക്ക് യൂസ് ചെയ്ത ഫോൺ മേടിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്യുക. നമുക്ക് എല്ലാം സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഞാൻ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഗിവ് അവേക്കുള്ള സംവിധാനം വരുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് തരാം. അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതി ആകുമ്പോൾ ഞാൻ സെറ്റ് ആക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ മീൻസ് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കൺക്ലൂഷനിലാണ്. കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫോൺ വർത്താണോ? ഓഫ് കോഴ്സ് ഈ ഒരു ഫോൺ വർത്താണ്. അത് എൻ്റെ വാഗോണ്ട് ഞാൻ പറയേണ്ടി വരുന്നു. വിവോയുടെ ഈ ഒരു ഫോൺ നല്ലൊരു ഫോണായിട്ടാണ് തോന്നുന്നത്. അതായത് ഡിസ്പ്ലേ നല്ലതാണ്, ബാറ്ററി ബാക്കപ്പ് ഈസ് ഫൈൻ ആണ്, പെർഫോമൻസ് നൈസ് ആണ്, ക്യാമറ അടിപൊളിയാണ്. അതായത് ഒരു നോർമൽ യൂസറിന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു പൊടിക്ക് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് കൂടുതലായിട്ട് തോന്നി. അത് മാത്രമേ ഉള്ളൂ. ബാക്കി നോർമൽ യൂസേജിൽ എനിക്ക് ഒരു പ്രശ്നവും തോന്നില്ല. ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യില്ല. സോ നല്ല ഡിസ്പ്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി, ഒരു 1 ഡേ ബാറ്ററി ബാക്കപ്പ്, നല്ല ക്യാമറ, നല്ല റിയൽ ലൈഫ് പെർഫോമൻസ് തുടങ്ങിയ സംവിധാനം, പിന്നെ അത്യാവശ്യം നല്ലൊരു ബിൽഡ്, ഇതെല്ലാം നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ ധൈര്യമായിട്ട് എടുക്കാം. അതായത് 30,000 ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫോണുകൾ ഒന്നായി ഇത് വിവോ T3 Ultra നല്ലൊരു ഫോണാണ്. ആരും പേടിക്കേണ്ട. വിവോയുടെ T സീരീസ് വാല്യൂ ഫോർ മണിയാണ്. അതായത് IQ പോലെ തന്നെയാന്ന് കൂട്ടിയാൽ മതി. IQന്റെ ഒരു ഫോണാന്ന് കൂട്ടിയാൽ മതി. വിവോയുടെ ഫോണായിട്ട് കൂട്ടണ്ട. കാരണം V സീരീസ് അവന്മാർ തോന്നുന്ന പ്രൈസിലിറക്കും. പക്ഷേ ഇത് T സീരീസ് ഈസ് ഗുഡ്. എനിവേ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാൻ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും